എൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തോ കഴിച്ചാലും എൻ്റെ ശരീരത്തിൽ കയറി പിടിക്കുക. മേഡം എന്താണ് മനസ്സിന്റെ നന്മ കൊണ്ടാണ് ശരീരത്തിൽ കയറി പിടിക്കുന്നതെന്നാണോ പറയുന്നത് ജയന്തി മേഡം? എന്നാൽ അങ്ങനല്ല. മനസ്സിന്റെ നന്മ കൊണ്ടല്ല, മെറ്റബോളിസം കുറയുന്നതുകൊണ്ടാണ്. അതായത് ഇപ്പം ഇവിടെ ഇത്ര പേരിരിപ്പുണ്ട്, 7 പേരിരിപ്പുണ്ട്. 7 പേരുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിന്റെ സ്പീഡ് 7 തരത്തിലാണ്. ചിലർക്ക് എന്ത് കഴിച്ചാലും പെട്ടെന്ന് ശരീരത്തിലോട്ട് അബ്സോർബ് ആകും, ചിലർക്ക് അതെല്ലാം പെട്ടെന്ന് ദഹിച്ചു പോകും. ഇപ്പോൾ അനീഷ ജിൻസിയൊക്കെ മെലിഞ്ഞായിരിക്കുന്നത്, അതേസമയം കുറച്ച് പേർക്ക് ഒരു അല്പം അവരുടെ ഹൈറ്റിനുള്ളതിനെക്കാട്ടി വലിപ്പം കൂടുതലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ തൈറോയിഡ് പേഷ്യൻസ് ആയിരിക്കും, തൈറോയിഡ് ഹോർമോൺ എടുക്കുന്നവരായിരിക്കും, ചിലർക്ക് PCOD കാണും, അപ്പോൾ അതിൻ്റെ ഹോർമോണൽ ഇംബാലൻസ് കാണും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ എന്ത് കഴിച്ചാലും ആ കഴിച്ച ഭക്ഷണ വസ്തു മെറ്റബോളൈസ് ചെയ്യുന്ന, ദഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിഘടിക്കപ്പെടുന്നതിൻ്റെ ആ സ്പീഡ് നമുക്ക് കുറയാറുണ്ട്. അപ്പം ശ്രദ്ധിച്ചിട്ടില്ലേ, എത്രയോ സിനിമാ നടിമാരൊക്കെ 30-35 വയസ്സ് കഴിയുമ്പം കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, മക്കളുണ്ടായിട്ടില്ല, എന്നാൽ പോലും അവരുടെ വലിപ്പം കൂടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ചൈൽഡ് ബർത്ത് ഓർ എനിത്തിങ്. മെറ്റബോളിസത്തിൻ്റെ സ്പീഡ് കുറയുന്നതുകൊണ്ടാണ് നമ്മളുടെ വലിപ്പം കൂടുന്നത്, അല്ലെ നമ്മൾ എന്ത് കഴിച്ചാലും അപ്പടിയേ അബ്സോർബ് ആകുന്നത്. PCODക്കാർക്ക് ഇൻസുലിനോട് റെസിസ്റ്റൻസാണ്. ഇപ്പം 3 പേരുടെ കയ്യിൽ പാൽപ്പായസം ഉണ്ട്. അപ്പോൾ ഈ 3 പേരും പാൽപ്പായസം കുടിക്കുമ്പോൾ ഡിഫറൻറ്റ് സ്പീഡിലാണ് ഈ പാൽപ്പായസം മെറ്റബോളൈസ് ആവുന്നത്. PCOD ഉള്ളവർക്ക് അത് അപ്പാടെ ശരീരത്ത് കയറി പിടിക്കും, സ്ലോ മെറ്റബോളിസം ഉള്ളവർക്കും അത് അപ്പാടെ ശരീരത്ത് കയറി പിടിക്കും. പക്ഷേ മെലിഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്നായിരിക്കും ഡൈജഷൻ നടക്കുന്നത്. സോ എന്ത് ചെയ്യാൻ പറ്റും മെറ്റബോളിസം കൂട്ടാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസൈസ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം കൂടും, കുറച്ചൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം കൂടും. പിന്നെ ഏറ്റവും നല്ല കാര്യം PCODയോ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇൻസുലിനോട് റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിനുള്ള മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറത്തില്ലേ, പിന്നെ എന്ത് കഴിച്ചാലും കയറി ശരീരത്തിൽ പിടിക്കത്തില്ലല്ലോ. ഓക്കെ, സോ അതൊരു തെറ്റിദ്ധാരണയാണ്. ഓക്കെ.